أيها الأصدقاء السلام عليكم ورحمة الله. أهلا وسهلا إلى حلقة جديدة. بداية للدرس نستمع إلى قراءة آية من سورة الحشر. بسم الله الرحمن الرحيم. والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. നമ്മുടെ പാഠപുസ്തകത്തിലെ 53-ാമത്തെ പേജിൽ കൊടുത്ത സൂറത്തുൽ ഹഷറിൽ നിന്നുള്ള 9-ാമത്തെ വചനത്തിൻ്റെ പാരായണമാണ് നാം കേട്ടത്. പാരായണ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഈ വചനം 1-2 ആവർത്തി ഓതി പരിശീലിക്കുക. ഈ വചനത്തിൻ്റെ സാരം എന്താണെന്ന് നമുക്ക് നോക്കാം. വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തൻ മിമ്മാ ഊതു വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ വമൻ യൂക ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെടുന്ന മുഹാജിറുകളെയും അൻസാറുകളെയും സംബന്ധിക്കുന്ന ഒരു വചനമാണിത്. മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ സ്വദേശമായ മക്ക, അവിടെ ജീവിക്കാൻ പ്രയാസം അനുഭവപ്പെട്ടപ്പോൾ എല്ലാം വിട്ടെറിഞ്ഞ് മദീനയിലേക്ക് പലായനം ചെയ്തവർക്കാണ് മുഹാജിറുകൾ എന്ന് പറയുന്നത്. ഇങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് അഭയാർത്ഥികളായി വന്നവരെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് സ്വീകരിച്ച മദീന നിവാസികൾക്കാണ് അൻസാറുകൾ എന്ന് പറയുന്നത്. ഈ മുഹാജിറുകളും അൻസാറുകളും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെയും സാഹോദര്യ ബന്ധത്തെക്കുറിച്ചാണ് ഈ വചനം സൂചിപ്പിക്കുന്നത്. വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം. ദാറ് വീട്, താമസ സൗകര്യം എന്നൊക്കെ അർത്ഥത്തിനാണ് ദാറ്. വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന, അവരുടെ അഥവാ മുഹാജിറുകളുടെ വരവിന് മുമ്പായി വാസസ്ഥലവും താമസ സ്ഥലവും വിശ്വാസവും സ്വീകരിച്ചു വെച്ച അൻസാറുകൾക്കും. വല്ലദീന തബവ്വഉ, അവർ ഒരുക്കി വച്ചിരിക്കുന്നു എന്താ, ദാർ താമസ സ്ഥലം, വൽ ഈമാൻ വിശ്വാസവും, മിൻ ഖബ്ലിഹിം അവർക്ക് മുമ്പ്, അഥവാ മുഹാജിറുകൾ മക്കയിലെ വിശ്വാസികൾ മദീനയിലേക്ക് പലായനം ചെയ്ത് വരുന്നതിന് മുമ്പായി തന്നെ ഈ അഭയാർത്ഥികളായി വരുന്നവർക്ക് താമസിക്കാനുള്ള ഭവനങ്ങൾ, വീടുകൾ ഒരുക്കി വെച്ചു അവർ എന്നർത്ഥം. എന്നിട്ടോ യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, തങ്ങളുടെ അടുത്തേക്ക് സ്വദേശം വെടിഞ്ഞു വരുന്നവരെ അവർ സ്നേഹിക്കുന്നു. യുഹിബ്ബൂന അവർ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. മൻ ഹാജറ ഇലൈഹിം തങ്ങളിലേക്ക് അഭയാർത്ഥികളായി വരുന്നവരെ, സ്വദേശം വിട്ടെറിഞ്ഞ് തങ്ങളുടെ അടുത്തേക്ക് വരുന്നവരെ അവർ സ്നേഹിക്കുന്നു. പിന്നെയോ വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തൻ മിമ്മാ ഊതു, അവർക്ക് അഥവാ മുഹാജിറുകളായ ആളുകൾക്ക്, മക്കയിൽ നിന്ന വിശ്വാസികൾക്ക് അവർക്ക് നൽകപ്പെട്ട ധനം സംബന്ധിച്ച് തങ്ങളുടെ മനസ്സുകളിൽ ഒരു ആവശ്യവും അൻസാറുകൾ കണ്ടെത്തുന്നുമില്ല. മുഹാജിറുകൾക്ക് വല്ല സാമ്പത്തികമായ ലാഭമോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായം നൽകുന്നതിലോ ധനം നൽകുന്നതിലോ ഒന്നും ഇവർക്ക് ഒരു പ്രയാസവും മാനസികമായി ഉണ്ടായിരുന്നില്ല. ആർക്ക്? അൻസാറുകൾക്ക് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, തങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടായാൽ പോലും സ്വദേഹങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് അവർ പ്രാധാന്യം നൽകുകയും ചെയ്യും. എന്തായിരുന്നു മദീന നിവാസികളായ ഈ അഭയാർത്ഥികളെ സ്വീകരിച്ച അൻസാറുകളുടെ സ്വഭാവം? വയുസിറൂന അലാ അൻഫുസിഹിം, നമ്മളെ പാഠവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈസാർ. വയുസിറൂന അലാ അൻഫുസിഹിം, സ്വന്തത്തെക്കാൾ അവർ മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകും. തങ്ങളെക്കാളും അവർ മുൻഗണന നൽകിയിരുന്നത്, പ്രാധാന്യം കൽപ്പിച്ചിരുന്നത് മക്കയിൽ നിന്ന് തങ്ങളുടെ അടുത്തേക്ക് വന്ന തങ്ങളുടെ സഹോദരങ്ങളായ
മുഹാജിറുകൾക്കായിരുന്നു. വലോ കാന ബിഹിം ഖസാസ, അത് തങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടായിരുന്നാൽ പോലും, തങ്ങൾക്ക് ദാരിദ്ര്യവും പട്ടിണിയൊക്കെയാണ്, പ്രയാസമാണ് ജീവിതത്തിൽ, എന്നാൽ പോലും അവർ തങ്ങളെക്കാളും പരിഗണിച്ചിരുന്നത് തങ്ങളുടെ അടുക്കിലേക്ക് വന്ന ആ മക്ക നിവാസികളായ മുഹാജിറുകളെ ആയിരുന്നു. അല്ല, എന്നിട്ട് ഖുർആൻ പറയുന്നത് വമൻ യൂക ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആർ തൻ്റെ മനസ്സിനെ പിശുക്കിൽ നിന്ന് കാത്തു സൂക്ഷിച്ചുവോ, വമൻ യൂക ശുഹ നഫ്സിഹി, ആരെങ്കിലും തൻ്റെ മനസ്സിൻ്റെ പിശുക്കിൽ നിന്ന് മോചിതനായോ, എന്നാൽ ഫൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അത്തരക്കാരാണ് വിജയികൾ എന്ന. മനസ്സിൽ നിന്ന് പിശുക്ക് ഇല്ലാതാക്കി, അല്ലെങ്കിൽ പിശുക്ക് തീരെ കാണിക്കാത്ത ആളുകൾ, അവരാണ് വിജയികൾ എന്നാണ്. അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് തടസ്സമായി നിൽക്കുന്നത് പിശുക്കാണ്. അപ്പോൾ അത്തരം പിശുക്കിൽ നിന്ന് മനസ്സ് മോചിതരായവർ ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. ഒന്ന് വചനങ്ങളുടെ സാരം ഒന്ന് ശ്രദ്ധിക്കാം. അവരുടെ അഥവാ മുഹാജിറുകളുടെ വരവിന് മുമ്പായി വാസസ്ഥലവും വിശ്വാസവും സ്വീകരിച്ചു വെച്ചവർക്കും തങ്ങളുടെ അടുത്തേക്ക് സ്വദേശം വെടിഞ്ഞു വന്നവരെ അവർ സ്നേഹിക്കുന്നു. അവർക്ക് അഥവാ മുഹാജിറുകൾക്ക് നൽകപ്പെട്ട ധനം സംബന്ധിച്ച് തങ്ങളുടെ മനസ്സുകളിൽ ഒരു ആവശ്യവും അവർ അഥവാ അൻസാറുകൾ കണ്ടെത്തുന്നുമില്ല. തങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടായാൽ പോലും സ്വദേഹങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് അവർ പ്രാധാന്യം നൽകുകയും ചെയ്യും. ഏതൊരാൾ തൻ്റെ മനസ്സിൻ്റെ പിശുക്കിൽ നിന്ന് കാത്തുരക്ഷിക്കപ്പെടുന്നുവോ അത്തരക്കാർ തന്നെയാകുന്നു വിജയം പ്രാപിച്ചവർ. അടുത്തത് 2 ഹദീസുകളാണ്. ഒന്നാമത്തേത് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തആമുൽ ഇസ്നൈനി കാഫി സലാസ വ തആമു സലാസത്തി കാഫിൽ അർബഅ മുത്തഫഖുൻ അലൈഹി. എന്താ, അബൂ ഹുറൈറ റളിയല്ലാഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തആമുൽ ഇസ്നൈൻ, 2 ആളുടെ ഭക്ഷണം, കാഫി സലാസ, 3 ആൾക്ക് മതിയാകും. വ തആമു സലാസ, 3 ആളുടെ ഭക്ഷണം, കാഫിൽ അർബഅ, 4 ആൾക്ക് മതിയാകും. ആശയം വളരെ വ്യക്തമാണ്. പങ്കുവെക്കലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ വചനം സൂചിപ്പിക്കുന്നത്. 2 ആൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം, അതിൽ ഒരാളെയും കൂടി ഉൾക്കൊള്ളാൻ സാധിക്കുന്ന, അതുപോലെ 3 ആൾക്കുള്ളത് 4 ആൾക്ക്. അപ്പോൾ ഉള്ള ഭക്ഷണത്തിൽ പരമാവധി ആളുകളെ കൂടി ഉൾക്കൊണ്ട് പരസ്പരം പങ്കുവെക്കണം, മറ്റുള്ളവരെ കൂടി പരിഗണിക്കണം, സഹായിക്കണം എന്നാണ് ഈ വചനം സൂചിപ്പിക്കുന്നത്. അടുത്തത് വല്ലദീ നഫ്സി ബിയദിഹി ലാ യുമിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി വയക്റഹു ലഹു മാ യക്റഹു ലഹ വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം, അഥവാ ദൈവത്തെ തന്നെയാണ് സത്യം, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. എന്താ പ്രവാചകൻ എന്നിട്ട് പറഞ്ഞത്? ലാ യുമിനു അഹദുക്കും, നിങ്ങളിലൊരാളും വിശ്വാസിയാകില്ല, ഹത്താ യുഹിബ്ബ ലി അഖീഹി, തൻ്റെ സഹോദരന് ഇഷ്ടപ്പെട്ടാലല്ലാതെ, മാ യുഹിബ്ബു ലി നഫ്സിഹി, തനിക്ക് ഇഷ്ടപ്പെടുന്നത്, തനിക്ക് എന്തൊക്കെ ഉണ്ടാവണം, എന്തെല്ലാം ഗുണങ്ങളും അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാവണമോ അതൊക്കെ തന്നെ തൻ്റെ കൂട്ടുകാരനും സഹോദരനും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കണം, ഇഷ്ടപ്പെടണം. വയക്റഹു മാ യക്റഹുലഹ, തനിക്ക് അനിഷ്ടകരമായി തോന്നുന്നത്, വെറുപ്പായി തോന്നുന്നത് തൻ്റെ സഹോദരനെ സംബന്ധിച്ചും അവന് അനിഷ്ടകരമായി തോന്നണം. അങ്ങനെ ഉള്ള ചിന്താഗതി ഉണ്ടാകുമ്പോഴേ ഒരാൾ യഥാർത്ഥ വിശ്വാസിയാകുന്നുള്ളൂ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഈ മുകളിൽ കൊടുത്ത വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള സൂറത്തുൽ അഷ്റിൽ നിന്നുള്ള വചനവും ഈ 2 തിരുവചനങ്ങളുമൊക്കെ ഈസാറിൻ്റെ അഥവാ മറ്റുള്ളവരെ പരിഗണിക്കേണ്ടുന്നതിൻ്റെ, മറ്റുള്ളവരെ സഹായിക്കേണ്ടുന്നതിൻ്റെ, തന്നെക്കാളും മറ്റുള്ളവർക്ക് പ്രാധാന്യവും പ്രാമുഖ്യവും നൽകേണ്ടുന്നതിൻ്റെ ആവശ്യകതയാണ് സൂചിപ്പിക്കുന്നത്. ഇനി 3 ചോദ്യങ്ങൾ കൊടുക്കുന്നുണ്ട്. സൂറത്തുൽ ഹഷ്റിലെ ആ വചനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഒന്നാമത്തേത് മനില്ലദീന തബവ്വ ഉദ്ദാറ വൽ ഈമാൻ, ആരാണ് വീടും വിശ്വാസവുമൊക്കെ മുൻകൂട്ടി ഒരുക്കി തയ്യാറാക്കി വെച്ചിരുന്നത്? ആരാ?
മദീനയിലുണ്ടായിരുന്ന അൽ അൻസാറുകൾ. അടുത്തത് മനിൽ മുഹാജിറൂൻ, ആരാണ് മുഹാജിറുകൾ? മുഹാജിറുകൾ എന്ന് ആർക്കാണ് പറയുന്നത്? എന്താണ്? അല്ലദീന ഹാജറു മിൻ മക്ക ഇല മദീന, മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നവർക്കാണ് എന്ത് പറയുന്നത്? മുഹാജിറുകൾ എന്ന് പറയുന്നത്. കൈഫ അഹബ്ബൽ അൻസാറുൽ മുഹാജിരീൻ, അൻസാറുകൾ മുഹാജിറുകളെ എങ്ങനെയാണ് സ്നേഹിച്ചത്? എങ്ങനെയാണ് സ്നേഹിച്ചത്? വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, അല്ലേ? തങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടായിട്ട് പോലും മറ്റുള്ളവർക്ക് പരിഗണന നൽകിക്കൊണ്ട്, അവർക്ക് മുൻഗണന നൽകി, അവരെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട്, അവരെ സഹായിച്ചുകൊണ്ട് ആണ് അൻസാറുകൾ മുഹാജിറുകളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചിരുന്നത്. അൽ ബാഖി ഫി ജിൽസത്തിൻ ഖാദിമ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.